ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയുടെ ഗ്രേസ് മാർക്കിൽ ആരോപണം ഉയർന്നവരുടെ പരീക്ഷാഫലം റദ്ദാക്കുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. 1563 വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷ ജൂൺ 23-ന് നടത്തും. നീറ്റ് പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനായാണ് തീരുമാനമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്? ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയിട്ടുള്ള 1563 വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലമാണ് ഇപ്പോൾ റദ്ദാക്കുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തിയതിനു പിറകെ പ്രത്യേക കമ്മീഷനെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയോഗിച്ചിരുന്നു. വിഷയം പരിശോധിക്കുന്നതിനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായി ആ കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ 1563 വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം റദ്ദാക്കുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഈ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലമാണ് റദ്ദാക്കിയിട്ടുള്ളത്. അവരുടെ പുനഃപരീക്ഷ ഈ മാസം 23-ന് ജൂൺ 23-ന് തന്നെ നടത്തും. ജൂൺ 30-ന് മുൻപ് തന്നെ ഈ വിദ്യാർത്ഥികളുടെ രണ്ടാമത് പുനഃപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് അടുത്ത മാസം നടക്കാനിരിക്കുന്ന കൗൺസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണം തന്നെ നീറ്റ് പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനാണ്. പ്രത്യേകം നിയോഗിച്ച കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മെയ് 5-ാം തീയതി നടന്നിട്ടുള്ള നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആ പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് അനുവദിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടാതെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടും അപാകതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജി സുപ്രീം കോടതിക്ക് മുൻപിലെത്തിയത്. ഈ ഹർജിയിൽ വാദം നടക്കുകയാണ്. ഇത്തരത്തിൽ പുനഃപരീക്ഷ നടത്തും. ഈ ഗ്രേസ് മാർക്ക് അനുവദിച്ചതിൽ അപാകതയുണ്ട് എന്ന ആരോപണം ഉയർത്തിയ വിദ്യാർത്ഥികൾക്കായി പുനഃപരീക്ഷ നടത്തും എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയത്.